ഒടുവിൽ 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ റിപ്പബ്ലിക് ദിന പരേഡിൽ ആ ചടങ്ങ് പുനരാരംഭിച്ചിരിക്കുകയാണ്. 76ാമത് പരേഡിലാണ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടുള്ള ദ്രൗപദി മുർമുവും ഇന്തോനേഷ്യൻ ഭരണാധികാരിയായിട്ടുള്ള പ്രാബോവോ സുബിയാന്തോയും പരമ്പരാഗതമായ വണ്ടിയിൽ ആചാരപരമായി റിപ്പബ്ലിക് ഡേ പരേഡ് റൂട്ടിൽ എത്തിയത് എന്നുള്ളതാണ്. അതായത് ഇതൊരു രഥമാണ്. ഈ രഥത്തിലാണ് ഇന്ത്യൻ പ്രസിഡന്റും നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായിട്ടുള്ള ഇന്തോനേഷ്യയിലെ ഭരണാധികാരിയും എത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 40 വർഷമായി ഈ ചടങ്ങ് നടക്കാറില്ലായിരുന്നു. 40 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ഈ ചടങ്ങ് പുനരാരംഭിച്ചത്, ഈ ആചാരം പുനരാരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രപതിയുടെ അംഗരക്ഷകരാണ് ഇവരെ രണ്ടുപേരെയും, അതായത് ദ്രൗപദി മുർമുവിനെ, ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും ഇന്തോനേഷ്യൻ പ്രസിഡന്റായിട്ടുള്ള സുബിയാന്തോയെയും സ്വീകരിച്ചത് ഈ രഥത്തിൽ നിന്നുമെന്നും അറിയാൻ സാധിക്കുന്നു. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും മുതിർന്ന റെജിമെന്റാണ് ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ബോഡി ഗാർഡ് റെജിമെന്റ്, അതായത് പ്രസിഡന്റ് ബോഡി ഗാർഡ് റെജിമെന്റ് എന്ന് പറയുന്നത്. ഈ പ്രസിഡന്റ് ബോഡി ഗാർഡ് റെജിമെന്റിന്റെ അകമ്പടിയിലുള്ള ഇതൊരു രഥമാണ്. ഈ രഥം ഇത് സ്വർണം പൂശിയ കറുത്ത ഒരു രഥമാണ്, ഒരു വണ്ടിയാണ്. ഈ രഥത്തിൽ ഇന്ത്യൻ ഓസ്ട്രിയൻ സമ്മിശ്ര ഇനത്തിൽപ്പെട്ട കുതിരകളാണ് ഇത് വലിക്കുന്നത്. സ്വർണം പൂശിയ റിമ്മുകളും ഈ രഥത്തിലുണ്ട്. നമ്മുടെ രാഷ്ട്രപതിയും വിശിഷ്ടാതിഥിയും ഈ രഥത്തിലാണ് റിപ്പബ്ലിക് പരേഡിന്റെ റൂട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതേസമയം 40 വർഷമായി ഈ ചടങ്ങ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. 1984 വരെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഈ പ്രസിഡൻഷ്യൽ വണ്ടി എന്തുകൊണ്ടാണ് നിർത്തിവെച്ചതെന്ന് അറിയാമോ? അന്നത്തെ ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകമാണ് അതിൻ്റെ കാരണം. ആ കൊലപാതകത്തിന് ശേഷം ഈ ചടങ്ങും നടത്തിയിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഈ ചടങ്ങ് പാടെ വിസ്മരിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷാ കാരണങ്ങളാലാണ് ഇത് നിർത്തലാക്കിയത്. 1984 ജിയാനി സെയിൽ സിംഗ് ആണ് ഈ ബഗ്ഗി അവസാനമായി ഉപയോഗിച്ചത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷമാണ് പ്രസിഡന്റുമാർ യാത്രയ്ക്കായി ലിമോസിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത്. എന്നിരുന്നാലും 2014 അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ബീറ്റിംഗ് റിസ്ട്രിക്ട് ചടങ്ങിന് വീണ്ടും ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം 2017 രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷമാണ് ബഗ്ഗിയിൽ സല്യൂട്ട് ചെയ്യുന്ന ഗാർഡിനെ പരിശോധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണിത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ബഗ്ഗിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള തർക്കം പോലും ഉടലെടുത്തിട്ടുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ വാഹനത്തിന്മേൽ ഒരു കുറിച്ചുള്ളൊരു വിവാദമുണ്ടായി. ഈ വാഹനത്തിന്റെ അവകാശം പാകിസ്ഥാനാണ് എന്ന് പാകിസ്ഥാൻ വാദിക്കുകയുണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ തർക്കം പോലും ഉടലെടുത്തിരുന്നു. തർക്കത്തിന് പരിഹാരം കണ്ടത് ടോസ് ഇട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് ഇതിലെ രസകരമായ വേറൊരു കാര്യം എന്ന് പറയുന്നത്. അന്നത്തെ ഇന്ത്യയുടെ ലഫ്റ്റനന്റ് കേണൽ താക്കൂർ ഗോവിന്ദ് സിംഗും പാകിസ്ഥാൻ ആർമി ഓഫീസർ സഹബ്സാദ യാക്കൂബ് ഖാനും ചേർന്ന് ബഗ്ഗിയുടെ ഉടമസ്ഥാവകാശം ഒരു നാണയത്തിന്റെ ടോസിൽ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്ന് തീരുമാനിച്ചു. ഇന്ത്യ ടോസ് വിജയിക്കുകയായിരുന്നു. അങ്ങനെ ഇത് നമുക്ക് സ്വന്തമാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.